വെൽക്കം ടു ഗ്ലോസ് ചാനൽ. നമുക്കിന്ന് 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ 6ാമത്തെ ഭാഗം നോക്കാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ബെല്ല് പ്രസ് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ TV എന്ന പട്കഥ, വരുൺ ഗ്രോവർ എഴുതിയ പട്കഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ 6 സീനുകൾ പഠിച്ചിരുന്നു. അപ്പോൾ ആദ്യത്തെ സീനിൽ ഗോപു വീടിന് പുറത്തുള്ള കച്ചി സടക് വഴിയോരത്ത് ഉച്ചയ്ക്ക് 2 മണിയായപ്പോൾ അവിടെ നിൽക്കുന്നത് നമ്മൾ കാണുന്നു. അതിനുശേഷം ചുന്നിയും ലല്ലുവും വരികയും ലല്ലുവിനെ കൊണ്ട് മക്കോട്ടേനെ പിടിച്ച് പ്രോമിസ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. വീട്ടിൽ ആരോടും പറയരുതെന്ന് പറഞ്ഞവർ മനോഹർ ചാച്ചയുടെ വീട്ടിലേക്ക് TV കാണാൻ വേണ്ടി പോകുവാനുള്ള തീരുമാനമെടുക്കുകയാണ്. രണ്ടാമത്തെ സീനിൽ നമ്മൾ എന്താണ് കണ്ടത്? അവർ മൗണ്ടൻ പഹാഡ്, ഒരു പർവ്വത പ്രദേശം, അതായത് അപ്പുറത്തുള്ളൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ ഒരു മല കയറി വേണം പോകാൻ. അപ്പോൾ ആ മലയിലൂടെ അവർ പതിയെ നടന്ന് നീങ്ങുകയാണ്. ഉച്ചയ്ക്ക് ഒരു 3 മണി സമയമായപ്പോഴത്തേക്കും ഒരു മലയിടുക്കിലൂടെ നടന്ന് നീങ്ങുന്നു. മൂന്നാമത്തെ സീനിൽ ഒരു ഫ്ലാഷ് ബാക്കാണ്. മനോഹർ ചാച്ചയുടെ വീട്ടിലിരുന്ന് TV കണ്ടതിൻ്റെ ഓർമ്മകൾ ഗോപു അയവിറക്കുകയാണ്. പിന്നെ 4ാമത്തെ സീനിൽ നമ്മൾ കണ്ടു ആ പർവ്വതത്തിലപ്പുറത്തെ ഗ്രാമത്തിൽ അവർ പർവ്വതത്തിന് മുകളിലെത്തി. അപ്പുറത്തെ ഗ്രാമത്തിൽ അവിടെ ഒരു സടക്ക്, ടൗൺ. ആ ടൗണിൽ 4 മണിയായപ്പോഴാണ് അവരെത്തുന്നത് അല്ലേ. അപ്പോൾ 4 മണിക്ക് ടൗണിലെത്തിയപ്പോൾ അവിടെ നല്ല തിരക്കാണ്. 5ാമത്തെ സീൻ നമ്മൾ കാണുന്നു. അവിടെ ഒരു സബ്ജി ഭണ്ടി, അതായത് ഒരു മാർക്കറ്റ്, പച്ചക്കറി ചന്തയിൽ അവർ ചെല്ലുന്നു. അവിടെ നല്ല തിരക്കിൽ വിടുന്നു. റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പം നമ്മുടെ ചുന്നി ഒരു ഒരു പൊക്കമുള്ളൊരു വ്യക്തിയായിട്ട് കൂട്ടിമുട്ടുന്നു. 6ാമത്തെ സീനിൽ ഇവർ മനോഹർ ചാച്ചയുടെ ആൻറ്റിനെ വെച്ച വീടിൻ്റെ ടെറസ് അന്വേഷിച്ച് നടക്കുന്നു. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ എല്ലാ വീടുകളിലും ആൻറ്റിനാണ്. അപ്പോൾ ഇവർക്ക് വഴി തെറ്റിപ്പോയി എന്നൊക്കെ വിചാരിച്ച് കരയുന്ന ഒരു സീനൊക്കെയാണ് കണ്ടത് അല്ലേ. അപ്പോൾ അവരങ്ങനെ ആ നട് റോഡിൽ വൈകുന്നേരം കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇനി നമുക്ക് അടുത്ത സീൻ നോക്കാം, 7ാമത്തെ സീൻ. അപ്പോൾ നമുക്ക് സീൻ 7 നോക്കാം. കസ്ബേ കി സടക്, ടൗണിലെ ഒരു സ്ട്രീറ്റ്. ദേർ ഷാം കാ സമയം, ഷാം എന്ന് പറഞ്ഞാൽ ഈവനിങ്, ദേർ ലേറ്റ്, അതായത് വൈകുന്നേരം വളരെ വൈകിയുള്ള സമയത്ത്. ഭീഡ് ജമാഹെ, അവിടെ നല്ല ആൾക്കൂട്ടമുണ്ടായിരുന്നു. ബച്ചെ രോ രഹേ ഹേ, കുട്ടികൾ നല്ല കരച്ചിലാണ്. അവർ മനോഹർ ചാച്ചയുടെ വീട് അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ അവർ നല്ല കരച്ചിലാണ്. കസ്ബേക്ക് ലോഗ് ഒനെ ചുപ് കരാ രഹേ ഹേ, അപ്പോൾ ആ ടൗണിലുള്ള ആളുകൾ ഇവരെന്തിനാ കരയണമെന്നൊക്കെ വന്ന് അന്വേഷിച്ചു. വന്നിട്ട് അവരോട് കരയണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കണം. ചുപ്പ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക, അവരോട് കരയാതിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. കസ്ബേ വാല വൺ, അപ്പോൾ ആ ടൗണിലുള്ള ഒരു വ്യക്തി, ആദ്യത്തെ വ്യക്തി പറയുകയാണ്, കഹത്തെ ഹേ മനോഹർ ചാച്ച സെ മിൽനെ ആയേ ഹേ കിരത്പൂർ സെ. കിരത്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇവർ മനോഹർ ചാച്ചയെ കാണാൻ വന്നതാണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത് എന്ന് ഒന്നാമത്തെ ആൾ മറ്റുള്ളവരോടായിട്ട് പറയുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ആൾ പറയുകയാണ്, അബ് ചുപ് ഹോ ജാവോ, ഇനി നിങ്ങൾ കരയണ്ട, കരയാതിരിക്കോ. ഡറോ മത്, ഡറോ ഡർന പേടിക്കുക, ഡറോ മത് പേടിക്കണ്ട. ക്യാ നാം ഹേ തുമാര, എന്താണ് നിങ്ങളുടെ പേര്? അപ്പോൾ ലല്ലു പറയുകയാണ്, ലല്ലു. ലല്ലുവിൻ്റെ പേര് പറഞ്ഞു. ചുന്നി കരഞ്ഞുകൊണ്ട്, രോത്തെ ഹോയേ, കരഞ്ഞുകൊണ്ട്, മുझे ഘർ ജാനാ ഹേ, എനിക്ക് വീട്ടിൽ പോകണം. അപ്പം ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? മനോഹർ ചാച്ച ആ ജാതാ ഹേ, അപ്പോൾ അവിടെ മനോഹർ അങ്കിള് ഇപ്പോൾ ആ ഒരു സീനിലേക്ക് കടന്നു വരുന്നു. ഗോപുക്ക് ഉഠാലേത്താ ഹേ, ഗോപുവിനെ എടുത്തു. ഉഠാലേത്താ ഹേ, ഗോപുവിനെ കൈകളിൽ എടുത്തു. മനോഹർ പറയുകയാണ്, അരേ ഗോപു തും അക്കേല കൈസേ ആകയാ, നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വന്നത്? അകേലെ, ഒറ്റയ്ക്ക്. ഗോപു പറയാണ്, TV ദേഖ്നാ താ ഹം തീനോങ്കോ. ഗോപു പറയാണ്, ഞങ്ങൾക്ക് 3 പേർക്കും TV കാണണം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന്. കസ്ബേ വാലെ ഏക് ദൂസരെ കാ മുഹ് ദേഖ്തേ ഹേ, മനോഹർ ബച്ചോം കോ ലേ ജാതാ ഹേ. അപ്പോൾ ആ ടൗണിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നു. മനോഹർ ആ കുട്ടികളെ 3 പേരെയും ആ മനോഹറിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇനി അടുത്ത സീൻ നോക്കാം, 8ാമത്തെ സീൻ. മനോഹർ ചാച്ചാക്ക ഘർ, മനോഹർ അങ്കിളിൻ്റെ വീട്. രാത് കാ സമയം, അപ്പം സമയം രാത്രിയായിട്ടുണ്ട്. ബാബാനെ ഗോപു കോ ഗോദ് മേ ബിഠായ ഹേ, ചുന്നി ഓർ ലല്ലു ഭി ബൈഠേ ഹേ.
ഗോപുവിനെ ഗോദ് എന്ന് പറഞ്ഞാൽ മടിയിലിരുത്തിയിരിക്കുകയാണ്. ചുന്നിയും ലല്ലുവും അവിടെ ഇരിപ്പുണ്ട്. ബാബ അപ്പോൾ ബാബ പറയുകയാണ്, മനോഹറിനോട് പറയുകയാണ്, മനോഹർക്കോ ഗോപു ഷെയ്ത്താൻ ഹെ. ബാബ എന്ന് പറഞ്ഞാൽ മനോഹറിൻ്റെ ഫാദറാണ്. ഓക്കെ, അപ്പോൾ മനോഹറിൻ്റെ അച്ഛൻ പറയുകയാണ്, മനോഹറിനോട് പറയണ ഗോപു നല്ലൊരു കുസൃതി ചെറുക്കനാണ്. ഷെയ്ത്താൻ ഹെ, ഗോപു ഷെയ്ത്താൻ ഹെ. യഹ് സബ്കോ പത ഹെ, ഇതെല്ലാവർക്കും അറിയാം. പർ ഇത്തനാ ഷെയ്ത്താൻ, പക്ഷെ ഇവൻ ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹംനെ സോച്ചാനഹിത, നമുക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല, അത്രയ്ക്കും വികൃതി ചെറുക്കനാണ് ഗോപു എന്ന് ബാബ പറയുകയാണ് മനോഹറിനോട്. അപ്പം മനോഹർ പറയുകയാണ്, ഓർ പൂര രാസ്ത യാത്തായിസേ, ഇവന് പൂര എന്ന് പറഞ്ഞാൽ മുഴുവനും, അതായത് വഴി മുഴുവനും ഇവന് നല്ല ഓർമ്മയുണ്ടായിരുന്നോ? അതായത് ഒരു ഗ്രാമം കടന്ന് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് വരാനും മാത്രം ഈ വഴിയൊക്കെ ഇവന് ഓർമ്മയുണ്ടായിരുന്നു എന്ന് മനോഹർ ചാച്ച ചോദിക്കുന്നു. ചലോ ഭൈ അബ് ടി വി ചലായ ജായ്, എന്തായാലും ഇത്രയൊക്കെ ആയില്ല, ഇനി നമുക്ക് ടി വി ഓൺ ചെയ്യാം, ടി വി കാണാം എന്ന് പറഞ്ഞ് അവരെ വിളിക്കുകയാണ്. ഇത്തിനി ദൂർ സ്യായ ഹെ തീൻ ദിവാനെ, അവർ ഇത്രയും ദൂരത്തിൽ നിന്നും 3 പേരും വന്നല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് ടി വി ഓൺ ചെയ്യാമെന്ന് പറയുന്നു അല്ലേ. ദിവാനെ എന്ന് പറഞ്ഞാൽ ക്രേസി, മാഡ് എന്നൊക്കെയാണ് അർത്ഥം. ഭ്രാന്തമായ, അതായത് ടി വി കാണണമെന്ന ഭ്രാന്തമായ ആഗ്രഹത്തോടുകൂടെ, ആ ഒരു ക്രേസിനെസ്സോടു കൂടെ 3 പേരും വന്നിരിക്കുകയാണ്. മനോഹർ ടി വി ചലാത്ത ഹെ, മനോഹർ ടി വി ഓൺ ചെയ്തു. ഗോപു, ലല്ലു ഓർ ചുന്നി, ഇവർ 3 പേരും സീതേ ഹോക്കർ, നേരെ ഇരുന്ന് ടി വിയിലേക്ക് നോക്കുന്നു. സീതേ ഹോക്കർ ബൈഠ് ജാത്തെ ഹെ, അവർ നടുവൊക്കെ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയാണ്, ടി വി കാണാൻ ആകാംക്ഷയോടുകൂടെ. ടി വി സെ ആവാജ് ആത്തി ഹെ, ടി വിയിൽ നിന്നും ശബ്ദം വന്നു. തസ്വീർ ദിക്കാനാ ഭി ബാക്കി ഹെ, ഇനിയിപ്പം ചിത്രങ്ങൾ കൂടി വരാനേ ബാക്കിയുള്ളൂ. ശബ്ദം വന്നു, ഇനി ചിത്രങ്ങൾ കൂടി വരാനുണ്ട് ടി വിയിൽ. അപ്പോൾ ടി വിക്ക് ആവാജ്, ടി വിയുടെ ശബ്ദമാണ്. ഓർ മദ്രാസ് കാ അധികതം താപമാൻ രഹ 34 ഡിഗ്രി, 34 ഡിഗ്രിയാണ് ഇപ്പോൾ മദ്രാസിലെ ടെമ്പറേച്ചർ എന്ന് ടി വിയിൽ നിന്നും സൗണ്ട് വരുന്നു. ഗോപുക്ക് ആങ്കെ ഫയൽ റഹി ഹെ, ഗോപുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ടി വിക്ക് ശീശേ പർ, ശീശ എന്ന് പറഞ്ഞാൽ ചില്ല്, സ്ക്രീൻ, ടി വിയുടെ സ്ക്രീനിൽ ഹൽക്കി ഹൽക്കി റോഷ്നി ഭി ഭൈൽ റഹി ഹെ, ടി വിയുടെ സ്ക്രീനിൽ കുറേശ്ശെയായിട്ട് വെളിച്ചം വന്നു തുടങ്ങി. തസ്വീരോ കിസി ഭി പൽ ദിഖ് ജായേഗ, തസ്വീരേയും പിക്ചേഴ്സ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഏത് നിമിഷവും വരാം. അപ്പോൾ അവരിങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. ഓർ തഭി ബിജ്ലി ചരി ജാതി ഹെ, അപ്പോഴെന്ത് പറ്റി? കറണ്ട് കട്ടായി. ബിജ്ലി ഇലക്ട്രിസിറ്റി, വൈദ്യുതി, അപ്പോൾ കറണ്ട് കട്ടുണ്ടായി. ഖൂബ് അന്ധേര ഹോ ജാത്ത ഹെ, അവിടെ മുഴുവനും അന്ധേര, ഡാർക്ക്നെസ്, ഇരുട്ടായി. ഗോപു, ചുന്നിയോർ, ലല്ലു, അപ്പോൾ അവർ 3 പേരും കൂടെ ഒന്നിച്ച് ആ ഇരുട്ടത്ത് പറയാണ്, ഹേ ഭഗവാൻ. അപ്പോൾ അവർ ഭയങ്കര വിഷമത്തോടെ, എന്ത് ദൈവമേ കറണ്ട് പോയില്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ താലിക കംപ്ലീറ്റ് ചെയ്തതുപോലെ നമുക്ക് ഇത്തവണ ഈ 7-8 സീനുകളുടെ താലിക ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ദൃശ്യ ഏതാണ്? സീൻ നമ്പർ 7. സ്ഥലം കസ്ബെ കി സഡക്, സമയം ഏതാണ്? ദേർ ഷാം കാ സമയ. ഘടന എന്താണ്? ബച്ചെ മനോഹർ ചാച്ചാ സെ മിൽ ജാത്തെ ഹെ, കഥാപാത്രങ്ങൾ ചുന്നി, ഗോപു, ലല്ലു, മനോഹർ ചാച്ച ഔർ കസ്ബെ വാല. പിന്നെ 8ാമത്തെ സീനിൽ എങ്ങനെയാണ്? സ്ഥലം ഏതാണ്? മനോഹർ ചാച്ചാക്കെ ഘർ, സമയം ഏതാണ്? രാത് കാ സമയ. ഘടന എന്താണ്? ബच्चे ടി വി ദേഖ്നെ ലഗ്തി ഹെ തബ് ബിജ്ലി ചലി ജാതി ഹെ, ടി വി കണ്ടുകൊണ്ടിരുന്നപ്പം കറണ്ട് കട്ട് വന്നു അല്ലേ. അതുപോലെ അവിടുത്തെ കഥാപാത്രങ്ങൾ, ആ ഒരു സീനിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? കഥാപാത്രങ്ങൾ ഗോപു, ലല്ലു, ചുന്നി, മനോഹർ ചാച്ച ഔർ ബാബ. ഇനി നമുക്ക് ഗോപുവിൻ്റെ ഡയറി കുറിപ്പ് നോക്കാം. ഗോപു ഘർ പഹുഞ്ച വഹ് യാദോ മേ ഖോ ഗയ, വീട്ടിലെത്തിയപ്പോൾ ഓർമ്മകളിൽ അവൻ മുഴുകിപ്പോയി. ഫിർ ഡയറി ലിഖ്നെ ലഗ, എന്നിട്ട് അവൻ ആ ഓർമ്മകൾ വെച്ചിട്ട് ഡയറി എഴുതുകയാണ്. അപ്പോൾ അവൻ്റെ ഡയറിയിൽ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? കിൻ കിൻ ബിന്ദുവും, ഏതെല്ലാം പോയിൻറ്റ്സ് ആണ് ധ്യാൻ ദേന ഹെ, ശ്രദ്ധിക്കേണ്ടത്. കാൽ അഥവാ താരിഖ്, അതിൻ്റെ ഒരു സൂചന അല്ലേ.
ഡേറ്റോ സമയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള സൂചന വെച്ചിട്ട് അത് എഴുതുക. പിന്നെ ഘടന പർ അപ്ന വിചാര, ആ ഒരു നമ്മൾ പറയണ കഥയുമായി ബന്ധപ്പെട്ട ഡയറി കുറിപ്പ് എഴുതാൻ ആവശ്യമായ ഘടന എന്താണോ അതേപ്പറ്റി എഴുതുക. പിന്നെ ഭാവാത്മകമായിട്ട് ആയിരിക്കണം. അതുപോലെ സ്വയം എഴുതുന്ന ഒരു ഫീൽ ഉണ്ടാവണം, അതാണ് ആത്മനിഷ്ഠ ശൈലി എന്ന് ഉദ്ദേശിക്കണം. ഉചിതമായ ഭാഷ ഉപയോഗിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ഈ പോയിൻറ്റ്സൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഡയറി കുറിപ്പ് എഴുതാനായിട്ട്. നമുക്ക് ഉദാഹരണം നോക്കാം. ആജ് മേരേലി, അപ്പോൾ താരിക്കുന്നുണ്ട് ഇവിടെ ഡേറ്റ് എഴുതുക. അടുത്ത് ആജ് മേരേലി ഏക് വിചിത്ര ദിൻ, ഇന്നെനിക്കൊരു വിചിത്രമായ ദിവസമായിരുന്നു. മേ ചുന്നി ഓർ ലല്ലു കെ സാത്ത്, ഞാൻ ചുന്നിയുടെയും ലല്ലുവിൻ്റെയും ഒപ്പം, സാത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം. മനോഹർ ചാച്ചാക്കെ യഹാ ടി വി ദേഖ്നെ ഗയാ ഥ, മനോഹർ അങ്കിളിൻ്റെ വീട്ടിൽ ടി വി കാണുവാൻ പോയിരുന്നു. ഹം ലോഗ് പഹാഡി രാസ്തോം സെ, ഞങ്ങൾ പർവ്വത പ്രദേശത്തുള്ള വഴിയിലൂടെ, മലനിരക്കിലൂടെ, ആകെ ബഡെ മുന്നോട്ട് നീങ്ങി. ലേക്കിൻ മനോഹർ ചാച്ചാക്കെ ഘർ നഹി പഹൂഞ്ചെ, പക്ഷേ മനോഹർ അങ്കിളിൻ്റെ വീട്ടിൽ ഞങ്ങൾ എത്തിയില്ല. നഹി പഹൂഞ്ചെ, എത്തിയില്ല. ഷാം ഹോനെ വാലി ഥി, വൈകുന്നേരം ആകാറായി. ഷാം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. ഹമാരെ ഘർ വാലോം കോ ഇസ്ക പത്താ ഭി നഹി ത, ഹമാരെ ഞങ്ങളുടെ, ഘർ വാലേ എന്ന് പറഞ്ഞാൽ വീട്ടുകാർ, ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഇസ്ക ഇതിനെപ്പറ്റി, പത്താ ഭി നഹി ത, പത്ത എന്ന് പറഞ്ഞാൽ അറിയുക, അറിയില്ലായിരുന്നു. പത്താ ഭി നഹി ത. ഹം റോനെ ലഗെ, ഞങ്ങൾ കരയാൻ തുടങ്ങി. ഇസി ബീച്ച്, ഇതിനിടയിൽ, അചാനക് പെട്ടെന്ന്, ചാച്ച വഹ ആഗയ, അങ്കിള് അവിടെ എത്തി. മനോഹർ ചാച്ചാക്കെ യഹ, മനോഹർ അങ്കിളിൻ്റെ ഇവിടെ, ടി വി ദേഖ്നെ ബൈട്ടെ, ടി വി കാണുവാനായിട്ട് ഞങ്ങൾ ഇരുന്നു. ടി വി സെ ആവാജ് ആനെ ലഗി, ടി വിയിൽ നിന്നും ശബ്ദം, ആവാജ് ശബ്ദം, ശബ്ദം വരാൻ തുടങ്ങി. ലേക്കിൻ തുരന്ത് ഹി, ലേക്കിൻ എന്ന് പറഞ്ഞാൽ പക്ഷേ തുരന്ത് പെട്ടെന്ന്. ബിജ്ലി ചലി ഗയി, ബിജ്ലി എന്ന് പറഞ്ഞാൽ വൈദ്യുതി പോയി, കറണ്ട് കട്ടുണ്ടായി. നിരാശ് ഹോക്കർ ഹം വാപ്പസ് ലൗട്ടെ, നിരാശരായി ഞങ്ങൾ തിരിച്ച്, വാപ്പസ് ലൗട്ട് പറഞ്ഞാൽ തിരിച്ച് എത്തി. അപ്പോൾ ഈ ഡയറി കുറിപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഇനി മറ്റൊരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഡേറ്റ് കാണിക്കണം. 4th August 2020. ആജ് മേ മനോഹർ ചാച്ചാക്ക ഗറാജ്, ഇന്ന് ഞാൻ മനോഹർ അങ്കിളിൻ്റെ വീട്ടിൽ ചുന്നി ഓർ ലല്ലു കെ സാത്ത്, ചുന്നിയുടെയും ലല്ലുവിൻ്റെയും ഒപ്പം പോയി. ടി വി ദേഖന, ടി വി കാണുവാൻ. പഹാഡ് ചടനേക്ക് സമയം, പഹാഡ് മല, ചടനെ കയറുന്ന സമയം. മുझे ടി വി പർ, എനിക്ക് ടി വിയിൽ 26 जनवरी का പരേഡ്, 26 ജനുവരിയിലെ പരേഡ് ദേഖ്നെ കാ യാദായ, കണ്ടതിൻ്റെ ഓർമ്മ വന്നു. ഹം ചലത്തെ ചലത്തെ, ഞങ്ങൾ നടന്ന് കസ്ബെ മേ മാഗയ, ടൗണിലെത്തി. പർ പക്ഷേ, മനോഹർ ചാച്ചാ കാ ഘർ, മനോഹർ അങ്കിളിൻ്റെ വീട്, നഹി പഹൂഞ്ച, വീട് എത്തിയില്ല, വീട്ടിലെത്താൻ സാധിച്ചില്ല. ഔർ ഹം റോനെ ലഗെ, അപ്പോൾ ഞങ്ങൾ കരയാൻ തുടങ്ങി. അചാനക് പെട്ടെന്ന്, മനോഹർ ചാച്ച ആയ, മനോഹർ അങ്കിൾ വന്നു. ഔർ ഹം ഉസ്കെ ഘർ ലേക്ക് ഗെ, ഹമേ ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹം ടി വി ദേഖ്നെ ബൈഠ് ഗയ, ഞങ്ങൾ ടി വി കാണുവാനായിരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? ഓർ ബിജ്ലി ചലാ ഗയ, അപ്പോൾ എന്ത് സംഭവിച്ചു? ബിജ്ലി, കറണ്ട് പോയി. ഫിർ ഹം ബഹുത്ത് ദുഃഖ് സെ, അപ്പോൾ ഞങ്ങൾ ഒത്തിരി സങ്കടത്തോടെ, വാപ്പസ് ഘർ ലൗട്ട് ആ ഗയ, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നീട് ഞങ്ങൾ ദുഃഖത്തോടെ തിരികെ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ ഡയറി കുറിപ്പ് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്യാപകരോട് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഒപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തി ബെല്ലൈക്കൺ എന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കിനി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നത്. അതുപോലെ നിങ്ങൾക്കിനി ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതൊന്ന് പറയാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.